നമസ്കാരം. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രാജ്യത്തെ രണ്ട് പ്രധാന നെടും തൂണുകൾ തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് പിഴയ്ക്കുകയാണെങ്കിൽ മറ്റൊന്ന് കൃത്യമായി ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ രാജ്യത്ത് നീതിന്യായ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, ജനങ്ങൾക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ സർക്കാരിന് ചില വീഴ്ചകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജുഡീഷ്യറി കൃത്യമായ രീതിയിൽ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചു, സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ചില തീരുമാനങ്ങളെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തെരുവീഥികൾ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടും കൊടിത്തോരണങ്ങൾ കൊണ്ടും നിറഞ്ഞതിനാൽ വഴിയാത്രക്കാർക്ക് വഴികൾ പോലും കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. കണ്ണെത്തുന്ന ദൂരം വരെ കടൽ പോലെ പരന്നു കിടക്കുന്ന എല്ലായിടങ്ങളിലും കൊടിതോരണങ്ങൾ കൊണ്ടും ഫ്ലക്സുകൾ കൊണ്ടും കാഴ്ച മറച്ചുകൊണ്ടാണ് രാഷ്ട്രീയ മത സംഘടനകൾ ഈ നാട്ടിൽ ഫ്ലക്സുകൾ നാട്ടിയിരിക്കുന്നത്, കൊടിതോരണങ്ങൾ നാട്ടിയിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ അവഗണിക്കുന്ന തരത്തിൽ അഥവാ വഴിയാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ സ്കൂട്ടർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ വഴി കാണാൻ പറ്റുന്നില്ല. വളവുകളിലായാലും നേരെ റോഡിലായാലും എതിരെ വരുന്ന വാഹനങ്ങളെ പോലും കാണാൻ പറ്റാത്ത അത്ര വിധത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഫ്ലക്സുകളും കൊടിതോരണങ്ങളും നാട്ടിയിരിക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ ഒരു ഉത്തരവിൽ എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ കഴിഞ്ഞ 4-ാം തീയതിയും 11-ാം തീയതിയും അദ്ദേഹത്തിൻ്റെതായ സുപ്രധാനമായ 2 ഉത്തരവുകൾ ഇറങ്ങിയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വച്ചിരിക്കുന്ന ഫ്ലക്സും കൊടിത്തോരണങ്ങളും 24 മണിക്കൂറിനകം നീക്കം ചെയ്തിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവ്. ഈ ഉത്തരവ് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ തങ്ങളുടെ കയ്യിൽ നിന്നും പിഴയൊടുക്കേണ്ടി വരും. മാത്രമല്ല ഈ ഫ്ലക്സും കൊടിതോരണങ്ങളും മറ്റൊരാളെ വച്ച് നീക്കം ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ചിലവുകൾ മുഴുവൻ ഇവർ വഹിക്കേണ്ടതായിരിക്കും. കൂടാതെ ഈ വിഷയത്തിൽ, അതായത് കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിനാൽ കൃത്യമായി തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ ഉത്തരവിൽ എടുത്തു പറഞ്ഞതോടുകൂടി സർക്കാരും വെട്ടിലായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് കൃത്യമായി സർക്കാരിന്റെ ഉത്തരവിറങ്ങുകയുണ്ടായി. 11-ാം തീയതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിറങ്ങുന്നു. 12-ാം തീയതി പിണറായി വിജയൻ പേടിച്ച് മുണ്ടിൽ മുള്ളി കൃത്യമായി ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും മറ്റൊരു ഉത്തരവ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോകുന്നു. കോടതി ഉത്തരവ് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന ഫ്ലക്സും കൊടിതോരണങ്ങളും നീക്കി നഗരത്തെയും മറ്റ് പൊതുയിടങ്ങളെയും മാലിന്യമുക്തമാക്കേണ്ടതാണ്. കോടതി പറഞ്ഞിരിക്കുന്ന എല്ലാ ഉത്തരവുകളും അക്കമിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ തന്നെ അനുസരിക്കേണ്ടതാണ്. അങ്ങനെ അനുസരിക്കാത്ത പക്ഷം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പിഴകളും മറ്റ് നിയമ നടപടികളും കൈക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത്തരം നിയമ നടപടികൾക്ക് വിധേയരാകുവാൻ നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഫലത്തിൽ എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും തരത്തിൽ അപാകങ്ങൾ ഉണ്ടായാൽ, അപജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വടിയെടുത്ത് നിയന്ത്രിക്കേണ്ട ചുമതല ജുഡീഷ്യറിക്കുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട്, സർക്കാരിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജുഡീഷ്യറിക്ക് ഇത്തരത്തിലുള്ള ഒരു പവർ ഉണ്ട്. ഈ പവർ ജുഡീഷ്യറി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത് തലതൊട്ടപ്പന്മാരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കൃത്യമായ സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിറങ്ങിയതും ഈ ഉത്തരവ് കണ്ട് ഉടനെ തന്നെ പിറ്റേ ദിവസം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും ഉത്തരവിറക്കിയതും. താടിയുള്ളപ്പന് പേടിയുണ്ടാകും എന്നൊരു പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ പേടിച്ചമ്പി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്തായി. ഒരുപക്ഷെ ഒന്ന് ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പല്ലടിച്ചു കൊഴിക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രവൃത്തിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുൻപും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ CPM-ഉം പിണറായിയും വിമർശിച്ചിട്ടുള്ള മാടമ്പിത്തരമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ രാജ്യത്തേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും രാജ്യത്ത് ഭൂഷണമല്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഒരിക്കൽ തിരിച്ചടിക്കുകയുണ്ടായി. പിന്നീട് സംഘി സൈബർ സെല്ലുകളുടെ ആക്രമണമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് എതിരെ നടന്നത്. ചുവപ്പ് കണ്ടാൽ വിറളി പിടിക്കുന്ന ഒരു സ്വഭാവമാണ്, മാടമ്പിത്തരമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുള്ളത് എന്നാണ് CPM-ന്റെ സൈബർ സഖാക്കൾ സൈബർ ഇടങ്ങളിൽ വന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഘോരഘോരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇതൊന്നും കൊണ്ട് വിരളി പിടിക്കാൻ പോയില്ല. അദ്ദേഹം തൻ്റെ കർത്തവ്യവുമായി കൃത്യമായി തന്നെ മുന്നോട്ട് പോയി. അതിന് ഫലമുണ്ടായി. 24 മണിക്കൂറിനകം കേരളത്തിൻ്റെ നഗര വീഥികൾ, പൊതു ഇടങ്ങളിൽ ഫ്ലക്സും അതുപോലെ തന്നെ കൊടിതോരണങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന എല്ലാ ഇടങ്ങളും മാലിന്യമുക്തമായി എല്ലാം സർക്കാർ ചിലവിൽ എടുത്തു മാറ്റേണ്ടതായി വന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഉത്തരവ് കൊണ്ടുണ്ടായ നേട്ടം. എന്തായാലും കോടതി വടിയെടുത്തു കഴിഞ്ഞാൽ
ജുഡീഷ്യറി കൃത്യമായി സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭരണാധികാരികളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കും, ഭരണാധികാരികളെ അനുസരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവ്. കുറെ കാലങ്ങളായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ വിഷയത്തിന് പുറകെയായിരുന്നു. അതായത് നഗരത്തിലും മറ്റ് പൊതു ഇടങ്ങളിലുമെല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കൊടിതോരണങ്ങളും ഫ്ലക്സുകളും നാട്ടിയ രാഷ്ട്രീയ മത സംഘടനകൾക്കെതിരെയുള്ള ഇത്തരം ഒരു യുദ്ധത്തിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എത്തിയപ്പോൾ അവിടെയും തൻ്റെ കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ ഫ്ലക്സും കൊടിതോരണങ്ങളും ഇരിക്കുന്നത് കണ്ടപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഒറ്റ മണിക്കൂറിനുള്ളിൽ ഈ കൊടിതോരണങ്ങൾ മാറ്റണമെന്ന് അദ്ദേഹത്തോട് കൽപ്പിക്കുകയും അദ്ദേഹം അതെല്ലാം കൃത്യമായി അനുസരിക്കുകയും ചെയ്തതാണ്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. പിണറായി വിജയൻ മുട്ടുമടക്കി ജസ്റ്റിസിന്റെ കാലിൽ സാഷ്ടാംഗം വീണ് ജസ്റ്റിസിന്റെ ഉത്തരവ് പാലിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരോട് അത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഉത്തരവ് ഇറക്കുകയായിരുന്നു. എന്തായാലും എക്സിക്യൂട്ടീവിനെ നേരെ നടത്താൻ ജുഡീഷ്യറിക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഉത്തരവ്. എന്തായാലും പൊതുജനത്തിന് ഇത്രയും ഗുണകരമാകുന്ന ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കി സർക്കാരിനെ കൊണ്ട് അത് അനുസരിപ്പിച്ച ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന് ഒരു ബിഗ് സല്യൂട്ട്.